2012 ജനുവരിയിലാണ് കാരുണ്യ ലോട്ടറി പ്രയോജനപ്പെടുത്തി ഹീമോഫീലിയ രോഗികൾക്ക് സഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ഒരു കുടുംബത്തിന് പരമാവധി 2 ലക്ഷം രൂപ വരെ സഹായം നൽകുമെന്ന് ധനമന്ത്രി കെ മാണി പ്രഖ്യാപിച്ചിരുന്നു. പദ്ധതിക്ക് 2012 ആഗസ്റ്റിലാണ് അപേക്ഷ സ്വീകരിച്ചത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് സംസ്ഥാനതല കമ്മിറ്റി അംഗീകരിച്ചാൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ അപേക്ഷിച്ചിട്ട് 9 മാസമായിട്ടും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ രോഗികൾക്ക് തിരിച്ചറിയൽ കാർഡ് പോലും ലഭിച്ചിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ 34 ഹീമോഫീലിയ രോഗികളാണുള്ളത്. ഇവരിൽ 14 പേർ കാസർഗോഡ് ലോട്ടറി ഓഫീസിലാണ് അപേക്ഷ നൽകിയത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് ഹീമോഫീലിയ രോഗികൾ. രക്തം കട്ടപിടിക്കാത്ത ഇവരുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ രക്തം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. രക്തം ചീറ്റുന്നത് തടയാൻ ഫാക്ടർ 8 തെറാപ്പി നടത്തണം. കേരളത്തിൽ ഇതിന് ഒരു യൂണിറ്റിന് 15 രൂപയിലധികം വിലയുണ്ട്. ഒരു യുവാവിന് ഏകദേശം 2500 യൂണിറ്റ് വേണം. അംഗീകൃത കേന്ദ്രമായ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോയെങ്കിലും പദ്ധതി പ്രകാരമുള്ള മരുന്ന് എത്തിയില്ലെന്നാണ് അറിയിച്ചത്. ഒരു യൂണിറ്റിന് മണിപ്പാൽ 10.5 രൂപ വരെ ഉണ്ട് ഈ മരുന്നിന്. ഇതുവരെ ആയിട്ട് അടിയന്തരമായിട്ട് ഒന്നും സർക്കാരിന് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കാരുണ്യ ബെനവലന്റ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ അംഗീകൃത ആശുപത്രികളിൽ നിന്നും രോഗികൾക്ക് ഫാക്ടർ 8 സൗജന്യമായി നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികൾക്ക് അവരുടെ തിരിച്ചറിയൽ രേഖ കാണിച്ചാൽ അംഗീകൃത ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി ഫാക്ടർ 8 ലഭിക്കും. ഈ സൗകര്യങ്ങളാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ രോഗികൾക്ക് ലഭിക്കാത്തത്. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.